ആയോൾ നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസും ട്രേഡ് സെറ്റപ്പും ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനാണ് പോകുന്നത്. ഇപ്പൊ കഴിഞ്ഞ കുറെ ദിവസമായിട്ട് നമുക്ക് വീഡിയോസ് ചെയ്യാനായിട്ട് സാധിച്ചില്ല, കുറച്ച് ബിസി ആയതുകൊണ്ട്. അപ്പം നമ്മൾ ഈ ഒരു സെഷനിൽ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിഫ്റ്റിയുടെ നാളത്തേക്കുള്ള പ്രൈസ് ആക്ഷൻ വ്യൂയിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസും അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൊഫൈലിനെ ബേസ് ചെയ്തിട്ടുള്ള ഫ്യൂച്ചറിന്റെ ലെവലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വീഡിയോസ് മുഴുവനായിട്ട് കാണുക. നമ്മൾ പറയുന്ന ലെവൽസ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നിഫ്റ്റിയിൽ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മുടെ നിഫ്റ്റിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസും അതുപോലെ തന്നെ ഒരു ട്രേഡ് സെറ്റപ്പ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രൊഫൈലിനെ ബേസ് ചെയ്തുള്ള ലെവൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും ഗ്രൂപ്പിൽ പ്രൈസ് ആക്ഷൻ വ്യൂയിലുള്ള ലെവൽസ് ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഇന്നും നിഫ്റ്റിയിലെ നമ്മൾ ഒരു 24,140 ലെവലിന്റെ 147 താഴെയായിട്ട് ഒരു ഡൗൺ മൂവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒരു പി ട്രേഡിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ള കാര്യം നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ആ ഒരു ലെവലിൽ നിന്നാണ് മാർക്കറ്റ് നല്ല രീതിയിൽ മാർക്കറ്റ് താഴേക്ക് മൂവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി അത് നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ വേറൊരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബി പീരീഡിൽ ഒരു സിംഗിൾ പ്രിന്റ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ തന്നെ നമുക്കറിയാം മാർക്കറ്റിൽ ഒരു ഫർദർ ആയിട്ടുള്ള ഒരു ഡൗൺ മൂവ് എക്സ്പെക്ട് ചെയ്യുക. അതായത് ബി പീരീഡിൽ സിംഗിൾ പ്രിന്റ് വന്നു കഴിഞ്ഞാൽ അതൊരു സ്മാർട്ട് മണി ആക്ടിവിറ്റി ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്സ് കോണ്ടർ പ്ലാറ്റ്ഫോമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ODX എന്ന് പറയുന്ന ഒരു ഡേറ്റ, അതായത് ഓപ്ഷൻ ഡൈനാമിക് ഡേറ്റ, അതായത് ലൈവായിട്ട് ഒരു ക്യാൻഡിൽ എത്ര കോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ എത്ര പുട്ട് ഓപ്ഷൻ സെല് ചെയ്തിട്ടുണ്ട്, ഇത് നമുക്ക് അറിയാൻ പറ്റുന്ന ലൈവായിട്ടുള്ള ഒരു ഡേറ്റയാണത്. അപ്പം ഈ ഒരു 10-5 ക്യാൻഡിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും ഔട്ട് ഓഫ് ദ മണിയിൽ, അതായത് മാർക്കറ്റ് 24,150 140 ആ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഔട്ട് ഓഫ് ദ മണിയിൽ ഹ്യൂജ് ആയിട്ട് 24,000 ഒരു 13 കോടിയുടെ പുട്ട് ബയേഴ്സ് വന്നിട്ടുണ്ട്. അപ്പൊ അതൊരു ബിഗ് പ്ലേയേഴ്സിന്റെ ഒരു ആക്ടിവിറ്റിയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ബൈ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് എത്തും എന്നാണ്, ഒരു ഹൈ പ്രോബബിലിറ്റി ആണ് മാർക്കറ്റ് അവിടെ എത്തും എന്നുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പഠിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മൾ മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോയുടെ മെന്റർഷിപ്പ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എല്ലാ മാസവും നമ്മൾ ആ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇതൊരു കോഴ്സിൽ പങ്കെടുക്കുന്നവർക്ക് നമ്മളോടൊപ്പം എല്ലാ ദിവസവും നിങ്ങൾക്ക് ലൈവ് ട്രേഡിംഗിൽ പങ്കെടുക്കാവുന്നതാണ്, അതും ഫ്രീ ആയിട്ട്. ഓക്കെ, നാളത്തേക്കുള്ള ലെവൽസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് മാർക്ക് ചെയ്യേണ്ടത് ഈ ഒരു ലെവൽ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് 23,930 മുതൽ 23,840, 834 ആണ് ഇന്നത്തെ ലോ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഏരിയ ഒരു നോ ട്രേഡിംഗ് സോണായിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ റീസൺ എന്ന് പറയുന്നത് നമ്മളൊരു അവർലി ടൈം ഫ്രെയിം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയനെ പ്രൈസ് പലതവണ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. ഒരു 1 hour ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് എന്താണ്, പ്രീവിയസ് ഹിസ്റ്ററി നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ട് ഈ ഒരു ലെവലിനെ റെസ്പെക്ട് ചെയ്തിട്ട് ഇവിടുന്ന് നേരെ പറഞ്ഞതായിട്ട് താഴേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ലെവലിനെ റെസ്പെക്ട് ചെയ്തിട്ട് മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് ഒരു ബയേഴ്സ് ആക്റ്റീവ് ആയിട്ടുണ്ട് മൾട്ടിപ്പിൾ ടൈം. ഈ ഒരു പ്രീവിയസ് ഹിസ്റ്ററി നമ്മൾ നോക്കിയാലും ഇവിടുന്ന് മാർക്കറ്റ് അഗൈൻ ഈ ലെവലിനെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഏരിയനെ നമ്മൾ ഒരു നോ ട്രേഡിംഗ് സോണായിട്ട്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നാളത്തേക്ക് നിങ്ങൾ ഈ ഒരു ലെവലിൽ നിങ്ങൾ മാർക്ക് ചെയ്യുക. അപ്പം ഇതിന്റെ താഴെയായിട്ട് നമുക്കൊരു ട്രേഡ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും, ഒരു എൻട്രി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതായത് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു സപ്പോർട്ട് സോണിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഒരുപക്ഷെ നാളെ മാർക്കറ്റ് ഈ ഒരു ലെവലിന് മുകളിൽ എവിടെയെങ്കിലും ഓപ്പൺ ചെയ്തിട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ലോ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ട്രേഡിലേക്ക് പോകാവുന്നതാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതായത് ഒരു 100 പോയിന്റ് മൂവ്, അതായത് 23,000 ഇന്നത്തെ ലോ, അതായത് 834 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 23,730 വരെയുള്ള ആ ഒരു ഏരിയയിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പം ഈ ഒരു സപ്പോർട്ട് ഏരിയ നിങ്ങൾ മാർക്ക് ചെയ്യുക. അതായത് 23,730 മുതൽ 23,700 എന്ന് പറയുന്ന ലെവൽ ഒരു സപ്പോർട്ട് ലെവലായിട്ട് മാർക്ക് ചെയ്യുക. അപ്പൊ അതിന്റെ താഴേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ അഗൈൻ ഫർദർ ഫാൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതായത് നെക്സ്റ്റ് ഒരു സപ്പോർട്ടായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് 23,630, സോറി 623 എന്ന് പറയുന്ന ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്യുക. ആ ഒരു ഏരിയ മാർക്ക് ചെയ്യുക. അവിടുന്ന് മാർക്കറ്റ് അഗൈൻ ഫർദറായിട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. 23,433, അതുപോലെ തന്നെ 23,280 റേഞ്ചിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി. അപ്പൊ ഈ ഒരു ലെവൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് 23,000
ടു 23,300 മുതൽ 23,300 മുതൽ 23,280 വരെയുള്ള ലെവൽ ഒരു സപ്പോർട്ടായിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. അപ്പം ഈ ഒരു ലെവൽസ് ഒക്കെ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് നാളെ ഒരു പി സൈഡിലേക്ക് നമുക്ക് പ്ലാൻ ചെയ്യാവുന്ന ഒരു ഏരിയ ആണിത്. ഈ ലെവലിന് താഴേക്ക് പോയാൽ നമുക്കൊരു ഫുഡ് സൈഡ് എൻട്രി നമുക്ക് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ലെവല് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിട്ട് എടുക്കാം. ഫർദർ ആയിട്ട് താഴേക്ക് പോയി അഗൈൻ നമുക്ക് ഒരു അടുത്തൊരു ഓപ്ഷൻ നമുക്ക് നോക്കാം. മാർക്കറ്റ് ട്രെൻഡിങ് ആണെങ്കിൽ മാത്രം നോക്കുക. അപ്പൊ അതേപോലെ തന്നെ അപ്പ് സൈഡിലേക്ക് നമുക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അപ്പം ഈ ഒരു 100 പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ ഒരു ലെവലിൽ നിന്ന് പ്രൈസ് റിജക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിൽ ഫ്യൂച്ചറിന്റെ ഒരു ലെവൽ ഉണ്ട്. അപ്പൊ അത് നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ട ഏരിയ ആണ്. അതുപോലെ തന്നെ അപ്പ് സൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 23,930 മുകളിലായിട്ട് ഒരു അപ്പ് സൈഡ് മൂവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പ് സൈഡിലേക്ക് ഒരു വ്യൂ ബുള്ളിഷ് ആയിട്ടുള്ള മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു അപ്പ് സൈഡ് നമുക്ക് കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫർദർ ആയിട്ട് നമുക്ക് ഒരു ടാർഗറ്റ് വെക്കാവുന്നത് 24,145 അത്ര ഇമ്പോർട്ടന്റ് ലെവൽ അല്ല, ചെറിയ റെസിസ്റ്റൻസ് ലെവലാണ്. അപ്പൊ അത് നമുക്ക് ടാർഗറ്റ് വെക്കാം. അതേപോലെ തന്നെ 23,930 മുകളിലായിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 24,000 ഒരു സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ആക്ട് ചെയ്യും. അപ്പം എഗെയിൻ മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ 24,300 വരെ പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഈ ഒരു ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്യുക. 24,300 മുതൽ 350 വരെയുള്ള ഏരിയ ഒരു റെസിസ്റ്റൻസ് സോൺ ആണ്. ഇത് നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ലെവല് എന്തെങ്കിലും മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ ആയിട്ട് അഗെയിൻ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പം ഈ ഒരു ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്യുക. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു, അതായത് ഈ ഒരു ലെവൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 24,000 നിങ്ങൾ മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ 24,145 ലെവൽ, അതേപോലെ തന്നെ 24,300 മുതൽ 350 വരെയുള്ള ഏരിയ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഓക്കെ, ഇവിടുന്നൊക്കെ മാർക്കറ്റ് റിജക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനിയിപ്പോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത നിഫ്റ്റിയുടെ 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടാണ്. ഇത് സ്പോട്ട് ചാർട്ടാണ്. അപ്പൊ ഞാൻ നേരെ ഫ്യൂച്ചറിന്റെ ചാർട്ടിലേക്ക് പോവാണ്. നിങ്ങൾ ഫ്യൂച്ചറിന്റെ ലെവൽസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഫ്യൂച്ചറിന്റെ ലെവല് നാളത്തേക്ക് നമ്മൾ മാർക്ക് ചെയ്യണം. ഇന്നത്തെ ഒരു ഡേ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് എത്താനുള്ള ഒരു ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെവലാണ്. അതായത് 9:03 നമുക്കിവിടെ ഒരു AB പോർ ലോ നിഫ്റ്റിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡേഴ്സ് അറിയാം. അതായത് ഇങ്ങനെ ഒരു AB പോർ ലോ അല്ലെങ്കിൽ AB പോർ ഹൈ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു 5 ഡേയ്സിനുള്ളിൽ മാർക്കറ്റ് ആ ഒരു ലെവലിലേക്ക് എത്താനുള്ള ഒരു പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പം മാർക്കറ്റ് അങ്ങോട്ടൊരു ഡയറക്ഷൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിപ്പോ ഒന്നാമത്തെ ദിവസം, രണ്ടാമത്തെ ദിവസം, ഇപ്പൊ നാളത്തെ ഒരു ലെവലിൽ നാളത്തെ ഒരു ഡേയിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ഔട്ട് സൈഡിലേക്ക് ഈ ഒരു ഡേ ലോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ എത്താനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതായത് 23,805 എന്ന് പറയുന്ന ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്യുക. ഈ ഒരു AB പോറിലുള്ള ലെവലാണ്. അപ്പൊ അവിടെ നിന്ന് ചിലപ്പോൾ മാർക്കറ്റ് റിജക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റിയും വളരെ കൂടുതലാണ്. അപ്പൊ നമ്മളത് ഓർഡർ ഫ്ലോ ചാർട്ട്സിൽ എന്തെങ്കിലും റിവേഴ്സൽ പാറ്റേൺ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ലിങ്ക് കൊടുക്കാം. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കയറുക. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഡൗൺ സൈഡിലേക്ക് അടുത്ത ഒരു ലെവൽ എന്ന് പറയുന്നത് അപ്പ് സൈഡിലേക്ക് മാർക്കറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത് ഫ്യൂച്ചർ ചാർട്ടിലെ ഈ ഒരു ലെവൽ. അതായത് ഇന്നത്തെ ദിവസം മാർക്കറ്റിലെ ഈ പീരീഡിൽ സിംഗിൾ പ്രിന്റ് വന്ന ഒരു സ്മാർട്ട് മണി ആക്ടിവിറ്റി ഒരു ഹ്യൂജ് വോളിയത്തില് ട്രേഡ് നടന്നൊരു ഏരിയ ആണ്. ഓക്കെ, അതായത് 24,110 മുതൽ 24,125 വരെയുള്ള ലെവല് നിങ്ങൾ മാർക്ക് ചെയ്യുക. കാരണം പ്രൈസ് മുകളിലോട്ട് പോകുന്ന സമയത്ത് ഈ ഒരു ലെവലിൽ നിന്ന് പ്രൈസ് ചിലപ്പോൾ റിജക്ട് ചെയ്ത് താഴ്ത്തു വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു ലെവലിൽ നിങ്ങൾ സിംഗിൾ പ്രിന്റ് ഫോം ചെയ്ത ഏരിയ ആണ്. അതുപോലെ തന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട വേറൊരു ലെവലാണ്. അതായത് ഇന്ന് സിംഗിൾ പ്രിന്റ്, അതായത് ബി പീരീഡിൽ സിംഗിൾ പ്രിന്റ് ഫോം ചെയ്ത ആ ഒരു ഏരിയയും കൂടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് 24,230 മുതൽ 24,250 വരെ ഇത് ഫ്യൂച്ചറിന്റെ ലെവലാണ്. നിങ്ങളിത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ മാർക്ക് ചെയ്യേണ്ട ലെവലാണ്. കാരണം ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ബിഗ് പ്ലേയേഴ്സിന്റെ ഒരു ആക്ടിവിറ്റി നടന്ന ഏരിയ ആണ്. അതായത് ഹ്യൂജ് ആയിട്ടുള്ള ഒരു വോളിയം നടന്ന ഏരിയ ആണ്. ഓൾറെഡി നമ്മൾ കാണിച്ചിരുന്നു ഓഡിയക്സ് ഇൻഡിക്കേറ്ററിലെ ഔട്ട് ഓഫ് ദ മണിയിൽ 13 കോടി ബയേഴ്സ് വന്ന ആ ഒരു ക്യാനിൽ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നു. അപ്പം ആ ഒരു ഇവിടെയാണ് ആ ഒരു ബി പീരീഡിൽ സിംഗിൾ പ്രിന്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഹ്യൂജ് ആയിട്ടുള്ള വോളിയം നടന്ന ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രൈസ് ഈ ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ റിജക്ട് ചെയ്ത് താഴേക്ക് തന്നെ പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതൽ. അപ്പൊ അതൊരിക്കലും നമുക്ക് ഒരു ക്യാൻഡിൽ സ്റ്റിക്സിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു റിജക്ഷൻ ഒന്നും ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പം ഓർഡർ ഫ്ലോ ചാർട്ട്സിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. നല്ലൊരു
റിവേഴ്സൽ പാറ്റേൺ ഒക്കെ വെച്ച് നമുക്ക് റിവേഴ്സൽ ട്രേഡ് പ്ലാൻ ചെയ്യും. അപ്പം നമ്മൾ എന്തായാലും ഗ്രൂപ്പിലും കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ ഒരു ലെവൽസ് ആണ് നിങ്ങൾ നാളത്തേക്ക് ഫ്യൂച്ചറിന്റെ ചാർട്ടിൽ നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത്, നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കേണ്ടത്. അതുപോലെ തന്നെ ഇന്നത്തെ ഒരു വാല്യൂ ഏരിയ ഹൈയും ലോയും മാർക്ക് ചെയ്യുക. അതായത് 24,157 എന്ന് പറയുന്നത് വാല്യൂ ഏരിയ ഹൈ ആണ്. അതുപോലെ തന്നെ 23,912 എന്ന് പറയുന്നത് വാല്യൂ ഏരിയ ലോ ആണ്. അപ്പം ഇതിന്റെ താഴെ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ ഒരു ഡൗൺ സൈഡിലേക്ക് ഒരു ട്രെൻഡിങ് ആകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഈ ഒരു വാല്യൂ ഏരിയ ഹൈയും ലോയും നിങ്ങൾ മാർക്ക് ചെയ്യുക. അതായത് ഈ ഒരു ലെവൽ, അതായത് 23,911 ഈ ഒരു ലെവലിന് താഴെയായിട്ട് നാളത്തെ ഒരു ഫ്യൂച്ചറിന്റെ ഓപ്പണിംഗ് കിട്ടി കഴിഞ്ഞാൽ മാർക്കറ്റ് ട്രെൻഡിങ് ആകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു വലിയയുടെ ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ലെവലിനുള്ളിൽ, അതായത് 23,911 അതുപോലെ തന്നെ 24,158 ഈ റേഞ്ചിനുള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈഡ് വേസിനുള്ള പോസിബിലിറ്റിയും വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പം ഈ രണ്ട് ലെവലോട് നിങ്ങൾ മാർക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.